ഹായ്, ഐ ആം ഷബാന. ഞങ്ങളിവിടെ അസറ്റ് ഹോൾമാർക്ക് ഫ്ലാറ്റ് നമ്പർ 8B താമസിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഫൈസൽ. ഞങ്ങളിവിടെ ഒരു 2014 ഈ അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഇതിൻ്റെ ഓൾമോസ്റ്റ് സ്ട്രക്ചറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആക്ച്വലി ഞങ്ങൾക്ക് ഡൗട്ടായിരുന്നു ഇവിടെ അവൈലബിൾ ആയിരിക്കുമോ. അവൈലബിൾ ആണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു അസറ്റംസ് ആണ്. അപ്പം നമുക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്കൊരു ടെൻഷൻ വേണ്ട. അപ്പോൾ ആ ടൈമിന് അങ്ങ് ബുക്ക് ചെയ്ത് ഞങ്ങൾ പിന്നെ തിരിച്ചു പോയി. അപ്പം ഞങ്ങൾ വർഷങ്ങളായിട്ട് ഒരു 16 years ദുബായിൽ അവിടെയായിരുന്നു. അപ്പോൾ ഈ ഫ്ലാറ്റ് എടുത്തതിന് ശേഷം പിന്നെ എനിക്ക് അവിടെ നിൽക്കേണ്ട, ഇങ്ങനെ നാട്ടിലേക്ക് സെറ്റിൽ ആവണം എന്നുള്ള ഒരു ഇഷ്ടം തന്നെ. കാരണം ഒന്ന് നല്ല എന്താ പറയുക, ഈ അറ്റ്മോസ്ഫിയർ തന്നെ എനിക്ക് കുട്ടിക്കാലത്തെ ഒരുപാട് ഇഷ്ടമാണ് സീ നോക്കാൻ. അവിടെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്നും ഒരു എന്താ പറയുക, ഓപ്പോസിറ്റ് സൈഡ് ബിൽഡിങ്സും അങ്ങനെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് നോക്കത്താ ദൂരത്തുള്ള ശരിക്കും ഞാൻ ഓരോ ദിവസവും ഈവനിങ് എൻ്റെ ബാൽക്കണിയിൽ പോയിരുന്നു കഴിഞ്ഞിട്ട് എപ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ട് സൺസെറ്റും. എൻ്റെ മക്കളും എൻ്റെ റിലേറ്റീവ്സും എന്നും എനിക്ക് ഗസ്റ്റ് തന്നെയാണ്. ആക്ച്വലി എൻ്റെ വീട് പാനൂരാണ്. ഇവിടുന്ന് ഒരു മോർ ദാൻ 35 kilometer ഉണ്ട്. അപ്പം എന്നോട് എൻ്റെ റിലേറ്റീവ്സൊക്കെ ചോദിക്കും എന്തിനാ ഇത്രയും ദൂരം വന്ന് നിന്ന്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഹസ്ബൻഡ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കടൽ അങ്ങോട്ട് വരാത്തത് കാരണമാണ്. അപ്പോൾ ശരിക്കും ഈ ലൊക്കേഷൻ അതൊക്കെയാണ് മെയിൻ, ഈ ലൊക്കേഷൻ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നമ്മൾ എന്താ പറയുക, ക്യാഷ് കൊടുത്തതിന് ഞങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പം അത് ശരിക്കും അനുഭവിച്ചറിയുന്നുണ്ട്. ഞങ്ങൾക്ക് എന്താ പറയുക, ക്വാളിറ്റിയുടെ കാര്യത്തിലും മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലായാലും ഇവിടുത്തെ എല്ലാ സ്റ്റാഫും, ഓരോരുത്തരുടെ പേര് പറയേണ്ടതില്ല, എല്ലാ സ്റ്റാഫും ഞങ്ങളെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ തുടക്കത്തിലായാലും ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ഈ ദൂരം കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ ടൈമിന് താമസിക്കണ്ടായിരുന്നു. ആ ടൈമിനൊക്കെ ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സ്റ്റാഫ്. പിന്നെ മെയിൻലി എനിക്കിവിടെ കംഫർട്ടബിൾ ആയത്, ഇപ്പോൾ ഹസ്ബൻഡ് ദുബായിലാണ്. അപ്പോൾ പുള്ളി ഇടയ്ക്ക് വന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനും ചെറിയ പിള്ളേരും ഇവിടെ തനിച്ചാണ്. അപ്പോൾ എനിക്കിവിടെ ഉള്ള മെയിനായിട്ടുള്ള ഒരു കാര്യം, ഞാനിവിടെ സേഫാണ്. ഇവിടെ എനിക്ക് ഈ 1 door ഓപ്പൺ ചെയ്തിട്ട് പോലും കിടന്നുറങ്ങാം, അത്രയ്ക്കും ഒരു കംഫർട്ടബിളാണ്. പിന്നെ അതൊക്കെയാണ് മെയിൻലി എനിക്കിവിടെയുള്ള ഒരു ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്.